بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനീയരായ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ 45 ആയത്തുകൾ സൂറത്ത് യൂസുഫിൽ നിന്നെടുത്തു. ഇപ്പോൾ നമ്മൾ 46-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് അയ്യുഹ സിദ്ദീഖ് വഫ്തിനാ ഫീ സബ്ഇ ബഖറാത്തിൻ സിമാൻ يأكلهن سبع عجاف وسبع سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون. കഴിഞ്ഞ വീഡിയോയിൽ രാജാവ് സ്വപ്നം കണ്ടതും മറ്റും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യൂസുഫിന്റെ അടുത്തേക്ക് മുമ്പ് രക്ഷപ്പെട്ട ആള് വന്നിട്ട് പറയാണ്, രാജാവ് കണ്ട സ്വപ്നം അതിന് വ്യാഖ്യാനം പറഞ്ഞു തരണം. രാജാവിന്റെ സ്വപ്നം ഇപ്രകാരമായിരുന്നു: 7 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ. മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ തിന്നു തീർക്കുന്നു. കൂടാതെ 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും. ഇതായിരുന്നു രാജാവിന്റെ സ്വപ്നം. ഈ സ്വപ്നത്തിന് യൂസുഫ് വ്യാഖ്യാനം പറഞ്ഞു തരണം എന്ന ആവശ്യവുമായിട്ടാണ് പണ്ട് വധശിക്ഷയിൽ നിന്നും ഒക്കെ കോടതി ജയിലിൽ കിടന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട സാഖിൽ മലിക്കാണ് രാജാവിന് പാനീയവും കള്ളും നൽകിയിരുന്ന ആളാണ് ഈ ദൂതൻ. ആ ദൂതൻ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തുണ്ടായിരുന്നത്, അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഈ 2 കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുറ്റാരോപണത്തിൽ നിന്ന് ക്ലിയറായ ആളാണ് ഈ ദൂതൻ. ഈ ദൂതൻ വന്നിട്ട് പറയുന്നത്, ഇങ്ങനെ ഉള്ള ഇതിന്റെ സ്വപ്ന വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. അതാണ് ഈ ആയത്തിന്റെ ആശയം. ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ ആയത്തിന്റെ ആശയം. ഒറ്റവാക്ക് അർത്ഥങ്ങൾ ഇങ്ങനെയാണ്: യൂസുഫു
യൂസുഫെ എന്നാണ്, യാ യൂസുഫ് എന്നാണ് അതിന്റെ നിദയാണ്. നിദ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വിളിക്കുക. ഒരാളെ വിളിക്കുമ്പോ, പേരെടുത്ത് വിളിക്കുമ്പോ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് പറയണം, അറബി വാക്കുകളാണെങ്കിൽ. മറ്റേ ജാതി നമ്മുടെ മലയാള വാക്കുകളാണെങ്കിൽ എല്ലാ വാക്കുകളിലും ലമ്മ് വ്യക്തമാവില്ല. യൂസുഫ്, അബ്ദു എന്നൊക്കെ ഒറ്റ വാക്കുകളാണെങ്കിൽ യാ അബ്ദു എന്ന് പറയാം മലയാളികൾ പറയുന്നത്, യാ യൂസുഫ് എന്ന് പറയാം. ഇനി രണ്ടു വാക്കുള്ള പേരാണെങ്കിൽ, അബ്ദുള്ള എന്ന പേരാണെങ്കിൽ യാ അബ്ദല്ല എന്ന് പറയേണ്ടത്. അബ്ദ എന്നതിന് ഫത്തഹ് കൊടുത്ത് ശേഷമുള്ള വാക്കിന് കസറും കൊടുക്കുക, അവസാനത്തെ അക്ഷരത്തിന് കസറും കൊടുക്കുക. അപ്പൊ യാ അബ്ദല്ല എന്ന് പറയേണ്ടത്. ഇവിടെ യാ യൂസുഫ് എന്നാണ്. അയ്യുഹ സിദ്ദീഖു എന്നുള്ളത് അയ്യുഹ എന്ന വാക്കും വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. യാ എന്നത് അയ്യുഹ എന്നത്. അയ്യുഹ എന്നുള്ള വാക്ക് സാധാരണ അലിഫിലാമുള്ള വാക്കിലാണ് ഉപയോഗിക്കുക. അയ്യുഹ അസ്സുദ്ദീഖ്, അലിഫിലാമുണ്ട്, സിദ്ദീഖിൽ അലിഫിലാമുണ്ട്. അപ്പൊ അയ്യുഹ സിദ്ദീഖ്. യാ അയ്യുഹ യൂസുഫ് എന്ന് പറയില്ല, അയ്യുഹ യൂസുഫ് എന്ന് പറയില്ല, കാരണം അതിൽ അലിഫിലാമില്ല. യാ അയ്യുഹല്ലദീന ആമനു എന്ന് രണ്ടും കൂടി പറയുന്നു. യാ എന്നതും അയ്യുഹ എന്നുള്ളതും രണ്ടും കൂടി പറയുന്ന ശൈലിയാണ് നമ്മള് മോമിനീങ്ങളെ വിളിച്ച് അള്ളാഹു പല കാര്യങ്ങളും പറയുന്നത് ഖുർആനിലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന്. അപ്പോ യൂസുഫ് എന്ന് യാ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും യൂസുഫേ എന്നുള്ള വിളിയാണ് അറബിൽ. അയ്യുഹ സിദ്ദീഖു, ഹേ സിദ്ദീഖ്. സിദ്ദീഖ് പറഞ്ഞാൽ സത്യസന്ധനായ ആയവനെ. സിദ്ദീഖ് എന്ന പേര് അതൊരു പേരല്ല, അയ്യുഹ സിദ്ദീഖ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സത്യസന്ധനായ എന്നുള്ള അർത്ഥത്തിനാണ്. അതിന്റെ അർത്ഥമാണ് ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന ഒരു വിശേഷണം എന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിൽ യാ യൂസുഫ് അയ്യുഹ സിദ്ദീഖ് ഈ ആയത്തിന്റെ ആദ്യത്തെ വാക്കുകളാണ്. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ എന്നാണ് അതിന്റെ മീനിങ്. അഫ്തിന, അഫ്തിന ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഞങ്ങൾ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നാണ് അതിന്റെ അർത്ഥം. അഫ്തിന ഫീ സബേ ബഖറാത്തിൻ, 7 പശുക്കളിൽ, സിമാനിൻ തടിച്ച പശുക്കൾ. ബക്കറത്ത് പശു, ബക്കറാത്ത് പശുക്കൾ. 7 എന്ന് പറഞ്ഞാൽ ഒരക്കാണല്ലോ. 10 വരെയുള്ള ഒരക്കത്തിന് എണ്ണപ്പെടുന്ന വാക്കിനെ ബഹുവചനാക്കണം. എണ്ണുന്ന വാക്കിനെ അത് വാഹിദ്, സിനൈൻ, സലാസത്തുൻ, അർബഅത്തുൻ, ഖംസത്തുൻ, സിത്തത്തുൻ, സബഅത്തുൻ. സബഅത്തുൻ എന്ന് പറയാം, അല്ലെങ്കിൽ സബഅ എന്നും പറയാം. രണ്ടും 7 എന്ന അർത്ഥം തന്നെ. സിത്തത്തുൻ സിത്തുൻ, ഖംസത്തുൻ ഖംസ്. പിന്നെ അവസാനം താ കൊടുത്തിട്ടും കൊടുക്കാതെയും പറയാം. ഈ എണ്ണാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സലാസത്തുൻ സലാസുൻ, അർബഅത്തുൻ അർബഉൻ, ഖംസത്തുൻ ഖംസുൻ, സിത്തത്തുൻ സിത്തുൻ, സബഅത്തുൻ സബഉൻ. അപ്പോ സബഅത്തുൻ എന്ന് പറയല് എണ്ണപ്പെടുന്ന സാധനം പുല്ലിംഗാണെങ്കിൽ സബഅത്തുൻ എന്ന് പറയണം. സ്ത്രീലിംഗാണെങ്കിലോ സബഉൻ, താ ഇല്ലാതെയും പറയണം. അപ്പോ സബഉ ബഖറാത്തിൻ എന്നാ പറഞ്ഞത്. ബഖറത്ത് സ്ത്രീലിംഗാണ്, അതുകൊണ്ട് സബഉ ബഖറാത്തിൻ അഫ്തിന ഫീ സബഇ ബഖറാത്തിൻ സിമാനിൻ. സിമാൻ എന്ന് പറഞ്ഞാൽ തടിച്ചു കൊഴുത്ത എന്നാണ് അർത്ഥം. ഫീ സബഇ ബഖറാത്തിൻ സിമാനിൻ, മൊത്തത്തിൽ അർത്ഥം 7 തടിച്ചു കൊഴുത്ത പശുക്കളെ സംബന്ധിച്ച്
യഅ്കുലുഹുന്ന അവയെ ഭക്ഷിച്ചു തീർക്കുന്നു. സബഉൻ ഇജാഫുൻ 7 മെലിഞ്ഞ പശുക്കൾ. സബഅ് 7. അവിടുന്ന് ബക്കറാത്ത് എന്നുള്ളതിന് ആദ്യം പറഞ്ഞ കാരണം പിന്നെ അത് ഇവിടെ പറഞ്ഞില്ല, മടക്കി പറഞ്ഞില്ല. യഅ്കുലുഹുന്ന സബഉ ബക്കറാത്തിൻ എന്ന ഇജാഫിൻ. ഇജാഫ് എന്ന് പറഞ്ഞത് മെലിഞ്ഞവ എന്നാണ് അർത്ഥം. ഇനി സബഇ സുംബുലാത്തിൻ, ഇവിടെ അങ്ങനെ തന്നെ. സബഇ സുംബുലത്ത് എന്നാണ് ഏകവചനം. സുംബുലത്ത് കതിര്, സുംബുലാത്ത് കതിരുകൾ. സബഇ സുംബുലാത്തിൻ ഖുലരിൻ, പച്ച 7 കതിരുകൾ. ഖുലർ എന്ന് പറഞ്ഞാണ് പച്ച എന്നർത്ഥത്തിനുള്ളത്. അപ്പൊ 7 കതിരുകളും പച്ച 7 കതിരുകളും 7 പച്ചക്കതിരുകളും ഉഖറ മറ്റ് 7 എണ്ണം യാബിസാത്തിൻ ഉണങ്ങിയ കതിരുകളും. ഉഖറ എന്ന് പറഞ്ഞാൽ മറ്റുന്ന അർത്ഥം. മറ്റു ഉണങ്ങിയ കതിരുകളും എന്നാണ് യുഖറ യാബിസാത്തിൻ എന്ന് പറഞ്ഞത്. അപ്പൊ മീനിങ് എന്തായി? സത്യസന്ധനായ യൂസുഫ് രാജാവ് കണ്ട സ്വപ്നം 7 തടിച്ച പശുക്കളും 7 മെലിഞ്ഞ പശുക്കളും. തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നു തീർക്കുന്നു. സുംബുലാത്തിൻ ഖുദരിൻ 7 പച്ചക്കതിരുകളും ഉഖറ യാബിസാത്തിൻ 7 ഉണങ്ങിയ കതിരുകളും. ഇതാണ് രാജാവ് കണ്ട സ്വപ്നം. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ അഫ്തിന, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നർത്ഥം. ഇപ്പൊ വ്യക്തമായല്ലോ. ലഅല്ലി അർജിഉ, ഞാൻ മടങ്ങിപ്പോയേക്കാം ഇലന്നാസി, ജനങ്ങളിലേക്ക്. ഞാൻ വന്നത് ജനങ്ങളിൽ നിന്ന് രാജാവിന്റെ അടുക്കൽ നിന്നൊക്കെയാണല്ലോ വന്നിട്ടുള്ളത്. അവിടേക്ക് ഞാൻ പോവാം. ഈ വിവരവുമായിട്ട്, യൂസുഫ് പറഞ്ഞു തരുന്ന വിവരങ്ങളുമായിട്ട് ഞാൻ അവിടേക്ക് പോയാൽ ലഅല്ലഹും യഅലമൂൻ, അവരിത് മനസ്സിലാക്കിയേക്കാം, ഇതിന്റെ യഥാർത്ഥ സ്ഥിതികൾ മനസ്സിലാക്കിയേക്കാം. ഇതാണ് 46-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഇനി 47-ാമത്തെ ആയത്ത്. ഇതിന് യൂസുഫ് ഉടനെ മറുപടി കൊടുക്കുകയാണ്. സ്വപ്ന വ്യാഖ്യാനം എന്താ യൂസുഫ് മറുപടി കൊടുക്കുന്നത്? യൂസുഫിന് പരിചയമുള്ള ആൾ തന്നെയാണ്. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ കൊട്ടാരത്തിൽ ചെന്നാല് രാജാവിനോട് എന്റെ കാര്യം ഒന്ന് പറയണം. അങ്ങനെ ഒരു യൂസുഫ്, തെറ്റൊന്നും ചെയ്യാത്ത ഒരു യൂസുഫ്, നിരപരാധിയായ യൂസുഫ് ജയിലിൽ കുറെ കാലമായി കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് രാജാവ് പരിഗണിക്കണം എന്നൊന്ന് രാജാവിനോട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ പിശാച് മറപ്പിച്ചു കളഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫൻസാനി ഷെയ്ത്താൻ, ഷെയ്ത്താൻ പിശാച് അവനെ മറപ്പിച്ചു കളഞ്ഞു, അത് പറഞ്ഞില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മ വന്നതാണ് അദ്ദേഹത്തിന്. അങ്ങനെയാണ് പിന്നീടുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. രാജാവ് പിന്നെ സ്വപ്നം കണ്ടു. അപ്പോ കൊട്ടാരത്തിൽ സദസ്സില് അത് പബ്ലിഷ് ചെയ്തു. രാജാവ് കണ്ട സ്വപ്നത്തെ പറ്റി നാട്ടിലുള്ള എല്ലാ സ്വപ്ന വ്യാഖ്യാതാക്കളെയും വിളിച്ചു വരുത്തി അവര് കൈമലർത്തി, ഞങ്ങൾക്കിത് പറയാൻ പറ്റില്ല എന്നുള്ളത് അവര് പറഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹം ഈ കാര്യം ഓർത്തത്. നല്ല സ്വപ്ന വ്യാഖ്യാനങ്ങൾ നന്നായി അറിയുന്ന ഒരാള് ജയിലിൽ കിടപ്പുണ്ട്, യൂസുഫ് എന്ന പേര്. അദ്ദേഹം പണ്ടിനോടൊരു കാര്യം പറഞ്ഞിരുന്നു, രാജാവിനോട് പറയാൻ. അതെനിക്ക് പറയാൻ കഴിഞ്ഞില്ല, ഞാൻ മറന്നുപോയി എന്നുള്ള കാര്യമൊക്കെ ഇയാൾ ഓർത്തിട്ട്, ഞാൻ പറഞ്ഞു തരാം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, അതിനെ പറ്റിയ ആള് എന്റെയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് യൂസുഫിനെ പറ്റി പരാമർശിച്ചു അവിടെ. അങ്ങനെയാണ് യൂസുഫിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇക്കാര്യം പറയുന്നത്. ഏത്? യൂസുഫ് 46-ാമത്തെ ആയത്തിലുള്ള കാര്യങ്ങൾ. യൂസുഫ് അയ്യുഹ സിദ്ദീഖ് വഫ്തിനാ ഫീ സബഇ ബഖറാത്തിൻ സിമാനിൻ യഅ്കുലുഹുന്ന സബഉൻ ഇജാഫുൻ വസബഉ സുംബുലാത്തിൻ ഖുദറിൻ വഉഖറ യാബിസാത്ത്
وأخرى يابسات لعلي أرجع إلى الناس لعلهم يعلمون. ഇനി അപ്പൊ ആ വക ഒരു അദ്ദേഹം പറയാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. സാധാരണ ഞാൻ പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല എന്നുള്ളത് തോന്നലുണ്ടാവുമല്ലോ. യൂസുഫ് നബിക്ക് അതൊന്നും തോന്നിയിട്ടില്ല. അദ്ദേഹം അതിനെ ആ നിലക്കൊട്ട് പ്രതികരിച്ചില്ല. ഇയാള് ഈ വിഷയം പറഞ്ഞപ്പോ ഉടനെ യൂസുഫ് നബി പറഞ്ഞു കൊടുക്കുകയാണ്, فما حسدتم فذروه في سنبله إلا قليلا مما تأكلون. കാല യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, തസ്റഊന നിങ്ങൾ കൃഷി ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണം, സബഅസിനീന 7 കൊല്ലം ദഅബൻ തുടർച്ചയായിട്ട് നിങ്ങൾ കൃഷി ചെയ്യും. എന്നിട്ടോ ഫമാ ഹസത്തും നിങ്ങൾ കൊയ്തെടുത്ത് അങ്ങനെ നല്ലോണം വിളവുണ്ടാവും. അതില് 7 കൊല്ലം നിങ്ങൾക്ക് വളരെ ഫലഭൂയിഷ്ടമായ ക്ഷേമകരമായ കൊല്ലങ്ങളായിരിക്കും. ഈ കൊല്ലങ്ങളിൽ നിങ്ങൾ തുടർച്ചയായി കൃഷി ചെയ്യുക. എന്നിട്ടോ ആ കൃഷിയിൽ നിന്ന് കിട്ടിയ വിളവ്, ഫമാഹസത്തും കൃഷിയിൽ നിന്ന് കിട്ടിയ വിളവ്, ഫദറൂഹു അതിനെ നിങ്ങള് നീക്കി വെക്കുക, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക, ഫി സുംബുലിഹി അതിന്റെ കതിരിൽ തന്നെ. ആ വിളവിനെ ആ കതിരിൽ തന്നെ വെക്കണം, അവിടുത്തെ ഉപയോഗിക്കരുത്. കാരണം അത് കേടുവന്ന് പോകാതിരിക്കാനുള്ള വഴികളാണ് യൂസുഫ് ചിന്തിച്ചു. അതനുസരിച്ചാണ് പറഞ്ഞു കൊടുത്തത്. ഫി സുംബുലിഹി സിംബുലിഹി അതിന്റെ കതിരിൽ തന്നെ അതിനെ ഒഴിവാക്കി വെക്കുക, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുക. ഇല്ലാ കലീലൻ കുറച്ചൊഴികെ, മിമ്മാ തഅകുലൂൻ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ധാന്യം കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ അതിന്റെ കതിരിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. കാല യൂസുഫ് പറഞ്ഞു, തസ്റഊന നിങ്ങൾ കൃഷി ചെയ്യും. സറാ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു എന്ന 3 അക്ഷരമുള്ള ഒരു വാക്കാണത്. സറാ യസ്റഉ, തസ്റഉ നീ കൃഷി ചെയ്യും, തസ്റഊന നിങ്ങൾ കൃഷി ചെയ്യും. നിങ്ങൾ കൃഷി ചെയ്യുന്നു. 2 അർത്ഥമുണ്ട് ഇതിന്. അതിന് ഇവിടെ നിങ്ങൾ കൃഷി ചെയ്യണം. സബഅസിനീന 7 വർഷം, ദഅബൻ തുടർച്ചയായിട്ട്, ഫമാഹസത്തും ഫമാ അപ്പോൾ 1 ഹസത്തും നിങ്ങൾ കൊയ്തെടുത്തതായ 1 എന്ന് പറഞ്ഞാൽ വിളവ് നിങ്ങൾ കൊയ്തെടുക്കുമല്ലോ, അത് ഫദറൂഹു അതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കി വെക്കണം, ഫി സുംബുലിഹി അതിന്റെ കതിരിൽ. ഇല്ല കലീലൻ കുറച്ചൊഴികെ, കുറച്ച് നിങ്ങൾ മിമ്മാ തഅകുലൂൻ നിങ്ങൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ധാന്യം കുറച്ച് നിങ്ങള് അത് കഴിച്ച് ബാക്കിയുള്ളതാണ് അതിൽ സൂക്ഷിക്കേണ്ടത്. അത് സൂക്ഷിക്കേണ്ടതില്ല, നിങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കണം എന്നർത്ഥം. അപ്പൊ വിളവ് കിട്ടിയത് 2ആക്കി വീതിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിന് ആവശ്യമായത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് അതിന്റെ കതിരിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ടോ ഇങ്ങനെ ചെയ്യ. പിന്നെ ഇതിന് ശേഷമായിട്ട് ഇതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് ആഗതമാകും, അല്ലെങ്കിൽ വരും, സബഉൻ ശിദാദുൻ 7 പ്രയാസകരമായ 7 വർഷം. ആദ്യത്തെ വർഷം വളരെ ക്ഷേമകരമായിരുന്നു. അന്ന് കൃഷിക്ക് നല്ല വിളവ് കിട്ടിയിരുന്നു. ആ കിട്ടിയ വിളവുകളെല്ലാം നിങ്ങള് സൂക്ഷിച്ചു വെക്കണം കതിരിൽ തന്നെ. കുറച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളത് എടുത്ത് ബാക്കിയുള്ളതൊക്കെ കതിരിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം എന്നാണ് അന്ന് മേൽപ്പറഞ്ഞ ആയത്ത് 47. 48-ാമത്തെ ആയത്ത് ഇനിയൊരു 7 കൊല്ലമുണ്ട്. അത് നിങ്ങൾക്ക് ക്ഷാമകരമായ, മറ്റത് ക്ഷേമമുള്ള ഒരു കാലഘട്ടമാണ്. ഇത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാലഘട്ടമാണ്. സുമ്മയത്തിനിന്ദാലിക്ക ഇതിനു ശേഷമായിട്ട് നിങ്ങൾക്ക് ആസന്നമാകും. സബഉൻ ശിദാദുൻ പ്രയാസമേറിയ 7 വർഷം. സബഉ ശിദാദ് 7 വർഷം. സബഉ സനവാത്തിൻ ഷിദാദിൻ എന്നാണ് 7 വർഷം. ഷിദാദിൻ വളരെ പ്രയാസകരമായ 7 വർഷം. യഅ്കുൽന ഈ 7 വർഷങ്ങൾ തിന്നു തീർക്കും. മാ ഖദ്ദംതും ലഹുന്ന ഈ 7 വർഷത്തിനായി നിങ്ങൾ
സൂക്ഷിച്ചു വെച്ചത് അല്ലെങ്കിൽ നിങ്ങൾ മുന്തിച്ചു വെച്ച സാധനങ്ങളെല്ലാം ഈ 7 വർഷങ്ങൾ തിന്നു തീർക്കും. 7 വർഷത്തിൽ ജനങ്ങൾ തിന്നു തീർക്കുന്ന അർത്ഥം. അപ്പൊ വേറെ വഴിയൊന്നുമില്ല. ഇത് കൃഷി അത്ര സുഗമമായിട്ട് നടക്കുന്നില്ല, അതിന് ആദായം അല്ലാതെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള 7 വർഷമാണ്. അങ്ങനെ ഇത് കിട്ടാത്ത സമയത്ത് അയൽനാടുകളിൽ നിന്നൊക്കെ ഇവിടേക്ക് ധാന്യത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി വരും. കാരണം 7 വർഷം നല്ല ആദായങ്ങൾ കിട്ടിയിട്ട് നല്ല വിളവുകൾ കിട്ടിയിട്ട് അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഈജിപ്തില് രാജാവ് അതിനുള്ള ചുറ്റുപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അതില് സ്വപ്ന വ്യാഖ്യാനം യൂസുഫ് പറഞ്ഞു കൊടുത്തപ്പോ അതുമാതിരി അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് ആണ് 7 പ്രയാസകരമായ കൊല്ലം ആസന്നമാകും. അതിൽ നിങ്ങൾ ആ 7 കൊല്ലത്തിനായിട്ട് സൂക്ഷിച്ചു വെച്ച സാധനങ്ങള് എല്ലാം തിന്നു തീർക്കും. ഈ 7 കൊല്ലം കൊണ്ട് ഇല്ല കലീലം കുറച്ചു മാത്രം നിങ്ങള് അവിടെ കാത്തു സൂക്ഷിച്ചു വെക്കും. ഇല്ല കലീലം മിമ്മാത്തുവശനോ. പിന്നെ 1 കൊല്ലം സുമ്മയത്തിനിമ്പാരിതാലിക്ക ഇതിന് ശേഷമായിട്ട് 49-ാമത്തെ ആയത്താട്ട. സുമ്മയത്തിനിമ്പാരിതാലിക്ക ഇതിന് ശേഷമായിട്ട് ആഗതമാകും മാമൻ 1 വർഷം. ഫീഹി ആ 1 വർഷത്തിൽ ഫീഹി യുഗാസുന്നാസു ജനങ്ങൾക്ക് അഭിവൃദ്ധി നൽകപ്പെടും. ക്ഷേമമാകും, വളരെ ക്ഷേമമാണ് 1 കൊല്ലം. സുമ്മയത്തി മിമ്പാരിതാലിക്ക ഇതിന് ശേഷമായിട്ട് ആഗതമാകും. സുമ്മയത്തി എന്ന് പറഞ്ഞാൽ വരും എന്നർത്ഥം. മിമ്പാരിതാലിക്ക അതിനുശേഷം ആ 1 വർഷം വരും. ഫീഹി ആ 1 വർഷത്തിൽ യുഗാസുന്നാസു ജനങ്ങൾക്ക് അഭിവൃദ്ധി നൽകപ്പെടും. വളരെ ക്ഷേമമുള്ള 1 വർഷമായിരിക്കും അത്. വളരെ ക്ഷേമകരമായ വർഷമായിരിക്കും. വഫീഹി ആ വർഷത്തിൽ ജനങ്ങള് വീഞ്ഞും മറ്റും പീഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും വളരെ ക്ഷേമമുള്ള വർഷമായിരിക്കും. അപ്പോ ക്ഷേമകരമായ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ 1 വർഷം. അപ്പൊ ഇങ്ങനെ 7 7 14 15 വർഷം ടോട്ടൽ. ഈ 15 വർഷത്തെ പറ്റിയിട്ടുള്ള ഒരു പ്രവചനമാണ് യൂസുഫ് അലൈഹിസ്സലാം നടത്തിയിട്ടുള്ളത് സ്വപ്ന വ്യാഖ്യാനം എന്നതിലൂടെ. പ്രവചനം അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാതെ പറയാൻ ആർക്കും കഴിയും. പ്രവാചകന്മാർക്കാണ് ഇത് സാധാരണയിൽ ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അദൃശ്യമായ കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നത്. പ്രവാചകന്മാരുടെ ദൗത്യം എന്താ? ജനങ്ങളെ ഹിദായത്താക്കുക. ജനങ്ങളെ ഹിദായത്താക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. കാരണം അവര് ചിലതൊക്കെ ആവശ്യപ്പെടും. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഈ ഹബീബുൻ നജ്ജാറിനെ പറ്റി യാസീൻ സൂറത്തിൽ പറഞ്ഞു. അവിടെ പ്രവാചകന്മാർ വന്നപ്പോ യൂസുഫുൻ നജ്ജാർ അവരുമായി സംഭാഷണം നടത്തുമ്പോ ഹൽമിൻ ആയത്തിൻ എന്നാ ചോദിച്ചത്. എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് തരാനുണ്ടോ എനിക്ക്, എന്നാൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സൂക്കട് ഞങ്ങൾ പെട്ടെന്ന് മാറ്റിത്തരാം, കുഷ്ഠരോഗം അത് മാറ്റിത്തരാം എന്നാ പറഞ്ഞത്. അത് മുഅ്ജിസത്താണ്. കുഷ്ഠരോഗം അങ്ങനെ പെട്ടെന്ന് മാറുന്ന രോഗമല്ലല്ലോ. അപ്പൊ അത് പെട്ടെന്ന് മാറ്റിത്തരാം എന്ന് പറഞ്ഞപ്പോൾ തന്നെയല്ല 70 വർഷം അദ്ദേഹം വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചു, ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അതിലെടുത്ത് പറയുന്നുണ്ട്. അപ്പോ ഹൽമിനായത്തിന് വല്ല ദൃഷ്ടാന്തവും ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് ദൃഷ്ടാന്തം വളരെ അനിവാര്യമാണ്. അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. അതിൽപ്പെട്ടതാണല്ലോ മൂസ നബിക്ക് വടി ഉൾപ്പെടെയുള്ള 10 ദൃഷ്ടാന്തങ്ങളോ അള്ളാഹു തആല കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് ഖുർആൻ. ഖുർആനെ കിടപിടിക്കുന്ന ഒരു മുഅ്ജിസത്തും ഇല്ല. മുഅ്ജിസത്ത് എന്നാ പറയുന്നത്. അത്രയും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. ഖുർആൻ ഇപ്പൊ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്നു, മുസാഫെടുത്ത് ഓതുന്നു, അപ്പൊ നമ്മളതൊന്നും അതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഖുർആനെ സംബന്ധിച്ചുള്ള വെറും ഖുർആനെ സംബന്ധിച്ച് ഒരു പൂർണ്ണമായ ക്ലാസ് എന്ന് തന്നെ പറയാം. അത് ഇൻഷാ അല്ലാഹ്
അധികം താമസിയാതെ ഒരു വീഡിയോ ഇടുന്നതാണ്. അത് എല്ലാവരും കാണുകയാണെങ്കിൽ ഖുർആനെ സംബന്ധിച്ച് നമുക്കുള്ള അറിവിനെ ഒന്നും കൂടിയും പുഷ്ടിപ്പെടുത്താൻ കഴിയും എന്ന് മാത്രമേ പറഞ്ഞു. ആരും അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. ഖുർആനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അറിയണം. അപ്പോ അറിയുന്നവർക്ക് ഓർമ്മ പുതുക്കാൻ നല്ലത്, അറിയാത്തവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിയാൽ അത് പകർത്തിയെടുക്കാനും പ്രയാസം വരില്ല. അപ്പോ അങ്ങനെ 15 വർഷമാണ് ഇവിടെ, 15 വർഷക്കാലത്തിന്റെ പ്രവചനമാണ് യൂസുഫ് അലൈഹിസ്സലാം നടത്തിയത്. ആദ്യത്തെ 7 വർഷം നല്ല ക്ഷേമകരമായ വർഷമാവും. അത് കൃഷി ചെയ്ത് നല്ല വിളവെടുത്ത് വിളവുകൾ സൂക്ഷിക്കേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അടുത്ത 7 വർഷം വളരെ പ്രയാസകരമായിരിക്കും. അത് ജീവിതത്തിന് വളരെ വിഷം പിടിച്ച കാലഘട്ടമായിരിക്കും. ചിലപ്പോ ആവശ്യമായ ധാന്യങ്ങളില്ലാതെ ജീവിക്കാൻ ആവശ്യമായ ധാന്യങ്ങളും മറ്റു സാധനങ്ങളും കിട്ടാതെ അയൽ നാടുകളിൽ നിന്നൊക്കെ ഈജിപ്തിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവും. പിന്നെ 1 വർഷം അത് വളരെ ക്ഷേമമുള്ള കാലഘട്ടമായിരിക്കും. ഇങ്ങനെ 15 വർഷത്തെ പറ്റിയുള്ള പ്രവചനം യൂസുഫ് അലൈഹിസ്സലാം നടത്തി. അപ്പോ ഇത് എല്ലാം ഈ ദൂതൻ തിരിച്ചുപോയി രാജാവിന്റെ അടുത്ത് ചെന്ന് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. രാജാവ് ഇതെല്ലാം കേട്ടപ്പോൾ രാജാവ് പറഞ്ഞത് എന്താ? വഖാലൽ മലിക്കു, രാജാവ് പറഞ്ഞു, യൂസുഫിനെ എന്റെ അടുത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. യൂസുഫിനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ യൂസുഫിനെ, ജയില് കുറെ അകലെയാണല്ലോ, ആ അകലെയുള്ള ജയിലിൽ ക്ഷണിക്കാൻ വേണ്ടി യൂസുഫിന് ഔദ്യോഗികമായി ഈ ആളെ നിയമിക്കുകയാണ്. അങ്ങനെ രാജകീയമായ നിലക്കാണ് ഈ പോക്കും വരവൊക്കെ. നമ്മളിപ്പോ ഇങ്ങനെ പറയുന്നത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ യൂസുഫിനോട് വരാൻ പറഞ്ഞു, യൂസുഫ് വന്നില്ല, യൂസുഫിന് ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെയാണ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊരു രാജാവും രാജസദസ്സും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗവൺമെന്റ് കാര്യങ്ങളാണെങ്കിൽ തന്നെ എന്തെല്ലാം പേപ്പറുകളും മറ്റും നീങ്ങേണ്ട ആവശ്യമുണ്ടാവും ഒരു കാര്യം നടത്താൻ. അതിനേക്കാൾ വലിയത് രാജകൽപ്പനയാണ്. രാജകൊട്ടാരത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ അതിൻ്റെതായ മഹത്വങ്ങളും അതിൻ്റെതായ നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ രാജാവ് ഓർഡർ കൊടുക്കുകയാണ്, യുത്തൂനി ബിഹി, യൂസുഫിനെ എന്റെ അടുക്കൽ കൊണ്ടുവരൂ എന്ന്. യൂസുഫ് അപ്പോ ഈ ദൂതൻ യൂസുഫിനോട് ചെന്നിട്ട് ഇത് പറയാം, രാജാവ് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്, അതുകൊണ്ട് രാജകൊട്ടാരത്തിൽ നിങ്ങൾ വരണം എന്നുള്ള കാര്യം യൂസുഫിനോട് പറഞ്ഞു. പറഞ്ഞപ്പോ അങ്ങനെ യൂസുഫിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. ഫലമ്മ, ഒരു ജയിൽ പുള്ളിയോടാണ് ഈ രാജാവ് നേരെ സംഭാഷണം നടത്തുന്നത് നോക്കണം. അപ്പൊ തന്നെ അതിന്റെ മഹത്വം എത്ര കണ്ടുണ്ട് എന്നുള്ളത് അറിയാലോ. സാധാരണ എനിക്ക് രാജാവെന്ന് ഒരു ജയിൽ പുള്ളിയോട് ഒരാളെ പറഞ്ഞയച്ചിട്ട് സംഭാഷണം നടത്തുക എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം ഒരു ജയിൽ പുള്ളി എന്ത് ജയിൽ പുള്ളി അവിടെ ജയിലിൽ കിടക്കുന്നു, അയാളോടൊക്കെ ഇപ്പൊ രാജാവ് സംസാരിക്കാൻ ചെയ്തു. അപ്പോ അതല്ല ഇവിടെ നടക്കുന്നത്. അള്ളാഹുവിന്റെ മുഅ്ജിസത്ത് അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം നമുക്ക് പഠിക്കാനും മറ്റൊക്കെയുള്ള വളരെ വിലപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഫലമ്മാ ജാഅഹു റസൂലു, അങ്ങനെ യൂസുഫിന്റെ അടുത്ത് ഈ ദൂതൻ ചെന്നപ്പോൾ യൂസുഫ് അയാളെ തിരിച്ചയക്കുക. കാല, യൂസുഫ് പറഞ്ഞു, ഇർജിഇ റബ്ബിക, നിന്റെ യജമാനന്റെ അടുത്തേക്ക് നീ തിരിച്ചു പോ. നീ തിരിച്ചു പോകൂ, ഇലാ റബ്ബിക, നിന്റെ യജമാനന്റെ അടുത്തേക്ക്. എന്നിട്ട് ഫസ്അൽഹു, യജമാനോട് ചോദിക്കുക. യജമാനൻ എന്ന് പറഞ്ഞാൽ രാജാവാണ്. യജമാനോട് ചോദിക്കുക, രാജാവിനോട് ചോദിക്കണം. മാ ബാലുൻ നിസ്വത്തി, ആ പെണ്ണുങ്ങളുടെ നിലപാട് എന്താണെന്ന്. ഏത് പെണ്ണുങ്ങൾ? അല്ലത്തി, എങ്ങനെയുള്ള പെണ്ണുങ്ങൾ? ഖത്തഅന, അവര് മുറിച്ചിട്ടുണ്ട്, ഐദിയഹുന്ന, അവരുടെ കൈകള്. പണ്ട് രാജകൊട്ടാരത്തിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ പ്രേമിച്ച ആ പെണ്ണുണ്ടല്ലോ,
അസീസിന്റെ ഭാര്യ. അവളൊരു വലിയ വിരുന്ന് സൽക്കാരം നടത്തിയില്ലേ കൊട്ടാരത്തില്. ആ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത 40ഓളം സ്ത്രീകൾ ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അസീസിന്റെ ഭാര്യ പറഞ്ഞു അവരുടെ അടുത്തേക്ക് ഒന്ന് ചെല്ല് എന്ന് യൂസുഫിനോട് പറഞ്ഞപ്പോ യൂസുഫ് അവിടെ ചെന്നു. ഫലമ്മാറഹു അക്ബർനഹു ഖുൽനാ ഹാശ ലില്ലാ എന്ന് നമ്മൾ യാസീൻ സൂറത്തിൽ ഇതില് യൂസുഫ് സൂറത്തിൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഏതാനും ആയത്തുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂസുഫിനെ കണ്ടപ്പോൾ അവർ ആശ്ചര്യഭരിതരായി അറിയാതെ കൈമുറിച്ചു. ഇത് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞതാണ്. അങ്ങനെ കൈമുറിച്ചപ്പോൾ അതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. യൂസുഫ് ഓർമ്മിച്ചു പറഞ്ഞു, ഫലമ്മ കത്തായന മാബാലു നിസ്വത്തിലെത്തി കത്തായന ഐതിഹുന്ന, കൈമുറിച്ച പെണ്ണുങ്ങളുടെ സ്ഥിതി എന്താണെന്ന് ഒന്ന് ചോദിക്കാൻ പറഞ്ഞു രാജാവിനോട്. അവരുടെ നിലപാട് എന്താണ്? അന്ന് യൂസുഫിനെ കണ്ടപ്പോൾ ആശ്ചര്യഭരിതരായിട്ട് കൈമുറിക്കുകയും ഇത് മനുഷ്യനല്ല ഒരു മലക്കാണ് എന്ന് പറയുകയും ചെയ്ത കാര്യം, അതൊക്കെ നമ്മൾ അന്ന് സവിസ്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ആ കൈമുറിച്ച സ്ത്രീകളുടെ നിലപാട് എന്താണെന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇന്ന റബ്ബി, തീർച്ചയായും എന്റെ രക്ഷിതാവ് കൈദിഹിന്ന, അവരുടെ തന്ത്രം അലീമുൻ, നന്നായി അറിയുന്നവനാണ്. അപ്പൊ ഇത്രയും ഈ 5 ആയത്തുകളിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി 51-ാമത്തെ ആയത്ത് മുതൽക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.